بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد شروط الصلاة അല്ലേ അതാണ് നമ്മൾ കഴിഞ്ഞ് ബുലൂഗുൽ മറാമിൽ ഷുറൂത്തു സ്വലയാണ് കഴിഞ്ഞ്. ഇനി സൂത്രത്തുൽ മുസല്ലി. എന്താ അതിൻ്റെ ഉദ്ദേശം? സൂത്രത്തുൽ മുസല്ലി നമസ്കരിക്കുന്നവൻ്റെ സുത്ര എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ്റെ മറ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ ശരീരത്തിൽ ഔറത്ത് വസ്ത്രം മറക്കണതാ അല്ല. ഇവിടെ ഉദ്ദേശം സുത്രത്തുൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവരെ തടയുവാൻ നിശ്ചയിക്കുന്ന അതിര്. അതേപോലെ തന്നെ ഒരാൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കരിക്കുന്നവൻ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നവർക്ക് ഇയാൾ നമസ്കരിക്കുകയാണ്, അവകൾ നമസ്കരിക്കുകയാണ്, അതുകൊണ്ട് ഇയാളുടെ മുന്നിലൂടെ നടക്കാൻ പറ്റൂല ഒരു പരിധിക്കപ്പുറമല്ലാതെ എന്നറിയിക്കാനുള്ള അടയാളം. പിന്നെ നമസ്കരിക്കുന്നവൻ്റെ നമസ്കാരത്തിൽ അള്ളാഹുവിനോടുള്ള മുനാദാത്തിലും മുനാജാത്തിലുമാണ്. അള്ളാഹുവിനെ വിളിക്കുക, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്. അപ്പോൾ ഖുശൂവോടുകൂടിയാണ് നമസ്കാരം എന്ത് ചെയ്യേണ്ടത്? ഒരാൾ നിർവഹിക്കേണ്ടത്. മുന്നിൽ സുത്ര ഉണ്ട് എങ്കിൽ ആ സുത്രയിലേക്ക് നോക്കി സുത്രയെ വിട്ടുകിടക്കാതെ ദൃഷ്ടി ഏകോപിപ്പിച്ച് ഒരാൾക്ക് ഖുശൂവോടുകൂടി നിസ്കരിക്കാൻ പറ്റും. അതേസമയം സുത്ര ഇല്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഖുശൂ നഷ്ടപ്പെട്ടവനാകും, അങ്ങനെ ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ സുത്ര വെക്കുന്നതിൽ അങ്ങനെയൊക്കെ ചില ധർമ്മങ്ങളുണ്ട്. ഏതായാലും ബാബു സുത്രത്തിൽ മുസല്ലി നമസ്കരിക്കുന്നവൻ്റെ സുത്രയെ പരാമർശിക്കുന്ന അധ്യായം. സുത്ര എന്ന് പറഞ്ഞാൽ മറ എന്നാണ്. സുത്ര, സിത്തർ, സുത്ര. ആ വിഷയത്തിൽ ഏതാനും ഹദീസുകളാണ് ഇമാമുൽ ഹാഫിൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി കൂടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഹദീസ് അൻ അബി ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم لو يعلم المار بين يدي المصلي ماذا عليه من الإثم لكان أن يقف 40 خيرا له من أن يمر بين يديه متفق عليه ووقع في واللفظ للبخاري له واللفظ للبخاري ووقع في البزار من وجه آخر 40 خريفا. عن أبي جهيم ابن الحارث അബൂ ജുഹൈം ഇബ്നുൽ ഹാരിസിൽ നിന്ന് നിവേദനം. അബൂ ജുഹൈം സഹാബിയാണ്, അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ ജുഹൈം. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് ആണ് അദ്ദേഹം. അബൂ ജഹം എന്നും അദ്ദേഹത്തിന് വിളിപ്പേരുണ്ട്. അബൂ ജഹം, അബൂ ജഹം എന്നും അബൂ ജുഹൈം എന്നും വിളിപ്പേരുണ്ട്. അദ്ദേഹം അൻസാരിയാണ്. അബൂ ജുഹൈം ഇബ്നുൽ ഹാരിസുൽ അൻസാരിയാണ് അദ്ദേഹം. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബൂ ജുഹൈം അല്ലെങ്കിൽ അബൂ ജുഹം അബ്ദുള്ള ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിവേദനം, അബൂ ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം. അദ്ദേഹം പറയണം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലൗ യഅലമുൽ മാറു ബൈന യദൈ അൽ മുസല്ലി, ലൗ യഅലമു അറിഞ്ഞിരുന്നുവെങ്കിൽ, അൽ മാറു, മാറ് എന്ന് പറഞ്ഞാൽ മറ എന്ന് പറഞ്ഞാൽ നടന്നു, മാറ് എന്ന് പറഞ്ഞാൽ നടക്കുന്നവൻ, അൽ മാറു നടക്കുന്നവൻ. ലൗ യഅലമുൽ മാറു നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എവിടെ നടക്കുന്നവൻ? ബൈന യദൈ അൽ മുസല്ലി നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ, ബൈന യദൈ അൽ മുസല്ലി നമസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ. യദുൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ്റെ കൈ എന്നാണ്. യദൈ അൽ മുസല്ലി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നതിൻ്റെ ഇരു കരങ്ങൾ എന്നാണ്, രണ്ട് കൈ. അതിൻ്റെ ഇടയിലാണ് ബൈന യദൈ അൽ മുസല്ലി പറഞ്ഞാൽ നമസ്കരിക്കുന്നവൻ്റെ ഇരു കരങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അതാണ് എന്ത്? നമസ്കരിക്കുന്നവൻ്റെ മുൻഭാഗം. അപ്പോൾ
ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാദാ അലൈഹി മല്ലദി അലൈഹി, അവൻ്റെ മേൽ എന്താണ് ഉള്ളതെന്ന്. മിനൽ ഇസ്മ കുറ്റമായിട്ട്, പാപമായിട്ട്. അപ്പോൾ കുറ്റമായി പാപമായി അവൻ്റെ മേൽ എന്താണ് ഉള്ളത് എന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ലക്കാന അൻ യഖിഫ് 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി. അറിഞ്ഞിരുന്നുവെങ്കിൽ അതിൻ്റെ ജവാബാണിത്. ലക്കാന അൻ യഖിഫ്, അവൻ നിൽക്കലായിരുന്നു 40 പറഞ്ഞാൽ 40. അത് 40 മിനിറ്റാകാം, 40 മണിക്കൂറാകാം, 40 ആഴ്ചയാകാം, 40 മാസമാകാം, 40 കൊല്ലാകാം. ഏതായാലും 40 അവൻ നിൽക്കലാണ്. മനസ്സിലാം. ഖൈറൻ ലഹു, അവന് ഉത്തമമായത് മിൻ അൻ യമുറ അവൻ നടക്കുന്നതിനേക്കാൾ ബൈന യദൈഹി, അവൻ്റെ മുന്നിലൂടെ, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ. ഒന്നുകൂടി, ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മാദാ അലൈഹി മിനൽ ഇസ്മ്, കുറ്റമായി പാപമായി അവൻ്റെ മേൽ എന്താണ് ഉള്ളത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ലക്കാന അൻ യഖിഫ 40 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഉദ്ദേശം അവിടെ പറഞ്ഞില്ല. നിൽക്കലാണ് ഖൈറൻ ലഹു, അവന് ഉത്തമമായിട്ടുള്ളത് മിൻ അൻ യമുറ ബൈന യദൈഹി, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ. ഹദീസ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയാണ്. അബൂ ജുഹൈമിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ ലഫ്ദു ലിൽ ബുഖാരിയുടെ പദപ്രയോഗമാണ്. വഖഅ ഫിൽ ബസ്സാർ മിൻ വജിഹിൻ ആഖർ, ഇത് മറ്റൊരു നിലക്ക് ബസ്സാറിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്സാറിൻ്റെ മുസ്നദിൽ ഇത് മറ്റൊരു നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. അതിലുള്ളത് ഇവിടെ അൻ യഖിഫ 40 എന്ന് പറഞ്ഞില്ലേ, 40 നിൽക്കലാണെന്ന് പറഞ്ഞില്ലേ, അത് 40 ഖരീഫൻ എന്നാണ്. 40 ഖരീഫ് എന്നാണ്. എന്താ ഖരീഫ് എന്നുള്ളത്? വർഷത്തിന് പ്രയോഗിക്കും. അതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാം. ഖരീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ 4 ഭാഗമാക്കിയാൽ നമുക്ക് പിന്നെ ഷിത ഉണ്ട്, സൈഫ് ഉണ്ട്, പിന്നെ ഖരീഫ്, മനസ്സിലായോ? പിന്നെ അങ്ങനെ 4 കാലമാണ്. പിന്നെ സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 22 വരെയുള്ള പീരീഡാണ് ഖരീഫ്. പഴങ്ങളൊക്കെ പറിക്കണ ടൈം ഖരീഫ്. അതുകൊണ്ടാണ് പിന്നെ പറിച്ചെടുത്തു എന്നർത്ഥം വരുന്ന ഖരീഫ് എന്നുള്ള പദം ആ പീരീഡിനിട്ട്. ഇപ്പം നമ്മൾ പിന്നെ ഉഷ്ണകാലം, ശൈത്യകാലം, പിന്നെ ഹേമന്തകാലം, വസന്തകാലം, ഇങ്ങനെ 4 കാലമല്ലേ. അറബിയിലും ഇത് ഒരു വർഷത്തിലെ 4 ഫസലുകളാണ്. അതിൽ ഖരീഫ് പിന്നെ ഈ പീരീഡിനാണ് പറയുക. സെപ്റ്റംബർ 22 മുതൽ ഡിസംബർ 22 വരെയുള്ള ആ ടൈമിന്. ആ സമയത്തിൻ്റെ പ്രത്യേകത അത് അന്ന് പഴങ്ങളൊക്കെ പറിക്കണ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പേരിട്ട്. പക്ഷേ അറബികൾ എന്ത് ചെയ്യുന്നറിയോ, ജുസ് പറഞ്ഞു കുല്ല് ഉദ്ദേശിക്കും. എന്നാണ് എന്താ, ഇപ്പോൾ വർഷത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ത്, ഖരീഫ്. അത് വർഷത്തിന് മൊത്തത്തിൽ പറയുന്ന അർത്ഥം, പറയും. അതുകൊണ്ടാണ് 40 ഖരീഫ് എന്ന് പറഞ്ഞാൽ 40 വർഷം എന്ന് പറയുന്നത്, അർത്ഥം പറയുന്നത്. അത് ഉദ്ദേശാർത്ഥമാണ്, 40 വർഷം. അപ്പോൾ ഇവിടെ ഈ ഹദീസ് ഉണ്ടല്ലോ, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ ഒരാൾ നിസ്കരിക്കുകയാണ്, അവൻ്റെ മുന്നിലൂടെ നടക്കുന്നതിൻ്റെ കുറ്റം ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ റിവായത്തിനെ മുഖവിലക്കെടുത്താൽ 40 വർഷം കാത്തു നിൽക്കലാണ്, നിസ്കാരം കഴിയാൻ കാത്തു നിൽക്കലാണ് മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ അവന് ഉത്തമം എന്നാണ്. അപ്പോൾ അതെന്താണ് അറിയിക്കണത്? നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുക എന്നുള്ളത് എന്താണ്? വലിയ കുറ്റമാണ്, ഗൗരവമേറിയ പാപമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഹദീസ്. സ്വാഭാവികമായിട്ടും ഉണ്ട്. ഈ ഹദീസുകളൊക്കെ കുറേ മസാലകളാണ്, അത് നമ്മൾ പരത്തി പറയുന്നില്ല.
ഇവിടെ ഒന്ന് ഈ അർബഈന ഖരീഫൻ എന്നുള്ള റിവായത്തിനെ, ഇത് ബസാറിൻ്റെ മുസ്നദിലെ റിവായത്താണ്, അതിനെന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. നിരൂപിക്കാൻ കാരണം സഹീഹ് ബുഖാരി, സഹീഹ് മുസ്ലിം, അതേപോലെ സുനൻ അബീ ദാവൂദ്, സുനൻ തുർമുദി, സുനൻ ഇബ്നു മാജ, സുനൻ നസായി, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്നദ് അഹമ്മദ്, ഇതിലൊക്കെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതിലൊന്നും എന്തില്ല, അർബഈൻ എന്നല്ലാതെ എന്തില്ല, ഖരീഫില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ അർബഈന ഖരീഫ് എന്നുള്ളത് ഷാദാണ്, തെളിവിന് കൊള്ളൂല എന്നാണ് പണ്ഡിതന്മാരിൽ പ്രബലരായവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ അർബഈന ഖരീഫ് 40 വർഷം എന്നുള്ളത് അവിടെ പറയാതിരിക്കലാണ് എന്ത് പിന്നെ ഉത്തമം. എന്തുകൊണ്ട്? അർബഈൻ എന്ന് പറഞ്ഞാൽ അവിടെ അർബഈനല്ല ഉദ്ദേശം. പിന്നെയോ ഈ നിസ്കാരം തീരഞ്ഞ് എത്ര കാലമായിട്ടുണ്ട് എങ്കിലും നടന്നു പോകാതിരിക്കലാന്ന് ആളുകൾ മനസ്സിലാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 40 ദഖീഖയാണോ, അതല്ല 40 യൗമാണോ, അയ്യാമാണോ, 40 യൗമാണോ, അല്ലെങ്കിൽ 40 ആഴ്ചയാണോ, 40 മാസമാണോ, 40 കൊല്ലാണോ, അതതിൻ്റെ ആ ഗൗരവം അറിയിക്കാനാണ് 40 എന്ന് പറഞ്ഞത്. മനസ്സിലല്ലേ? അത് എത്ര കാലമാണ് ഇയാൾ നിസ്കാരം തീരാൻ, അത്രയും കാലം കാത്തു നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ളത് അറിയിക്കാനാണ് ഇവിടെ 40 എന്ന് പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ അത് വർഷത്തിനാക്കിയിട്ട് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഈ പിന്നെ 40 ഖരീഫ് എന്നുള്ളത് ബസാറിൻ്റെ മാത്രം റിവായത്തിൽ വന്നിട്ടുള്ളതാണ്. അതിന് ഷാദാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്, തെളിവിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 40 എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ അത് എത്ര നാളായാണെങ്കിലും ശരി എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒരു വിഷയം, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്ം. ഇവിടെ ഈ ഇസ്ം എന്ന് വന്നത് ശരിക്ക് സഹീഹ് ബുഖാരിയിൽ പിന്നെ ഫത്ഹുൽ ബാരി ഉണ്ടല്ലോ, ഇബ്നു ഹജർ പിന്നെ ഈ ഇവിടെ ഇത് പിന്നെ ബുലൂഗുൽ മറാമിൽ എടുത്തു കൊടുത്ത്, സഹീഹ് ബുഖാരി ഇമാം ബുഖാരിയുടേത് റിപ്പോർട്ട് ചെയ്ത കുറേ റാവിമാരുണ്ട്. ഇമാം ബുഖാരിയിൽ നിന്ന് സഹീഹ് ബുഖാരി പലരും എഴുതിയിട്ടുണ്ട്. അതിൽ പിന്നെ മുഹമ്മദ് ഇബ്നു മക്കി അബുൽ ഹൈസം അൽ കുഷ്മഹൈനി എന്ന് പറഞ്ഞിട്ടൊരു റാവിയുണ്ട് സഹീഹ് ബുഖാരി. അയാളുടെ പ്രതിയിൽ മാത്രമേ ഈ മിനൽ ഇസ്മ എന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ പ്രതിയിലൊന്നും എന്തില്ല, മിനൽ ഇസ്മ എന്നുള്ളതില്ല. അപ്പോൾ ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്മ എന്നുള്ളതില്ല, മാദാ അലൈഹി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി എന്നാണ്. അവിടെ മിനൽ ഇസ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റമായിട്ട് പാപമായിട്ട് എന്നാണ്. കാരണം ഈ റിവായത്ത് പിന്നെ മുഹമ്മദ് ഇബ്നു മക്കി അബുൽ ഹൈസമിൻ്റെ അദ്ദേഹം സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരിയുടെ ശിഷ്യന്മാർ പലരും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നുസ്ഖയിൽ, ചില നുസ്ഖകളിലൊക്കെ എന്ത് കാണാൻ സാധിക്കും, ഏറ്റക്കുറച്ചിലുകൾ കാണാൻ സാധിക്കും. ചില റിവായത്തുകൾ ഏറെ പദപ്രയോഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ബുഖാരി പകർത്തിയ ഒരാളുടെ റിപ്പോർട്ടിൽ മാത്രമേ ഈ മിനൽ ഇസ്മുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായി, അത് ഇവിടെ ഇബ്നു ഹജർ എടുത്തു കൊടുത്ത്. കാരണം എന്തിന്, ഇവിടെ ഉദ്ദേശം എന്താണ്, മാദാ അലൈഹി മിനൽ ഇസ്ം വദംബ്, കുറ്റമായി പാപമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതില്ല എങ്കിൽ മാദാ അലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ഇമാം ബുഖാരി പിന്നെ കുഷ്മഹൈനിയുടെ ആ ഒരു റിവായത്തിനെ ഇവിടെ കൊണ്ടുവന്നത്. ഏതായാലും ഹദീസ് അറിയിക്കണത് എന്താണ്, ലൗ യഅലമുൽ മാറു ബൈന യദൈൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്മി ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി. മനസ്സിലായില്ലേ? ഇവിടെ ഒരു ഇഷ്കാല്. അപ്പോൾ ഒരാൾ നിസ്കരിക്കുകയാണ്, അയാൾ എത്ര മുന്നിൽ കൂടി നടന്നു പോകാൻ പറ്റും? ഒരാൾ പള്ളീൻ്റെ ബാക്കിലാണ് നിസ്കരിക്കുന്നത്, പള്ളി വലത്തൂൽ മഫ്തൂഹാണ്. അപ്പോൾ അയാളെ എത്ര കടന്ന് പിന്നെ വിട്ടുകൂടി കടന്നു പോകണം? എത്ര ദൂരം? സുജൂദ് നടന്നിട്ടൊരാണ് കുട്ടി. അതിൽ മാലിക്കികളും ഹനഫികളും പറഞ്ഞത് ഒരാളുടെ കദമിൽ നിന്ന് സുജൂദ് ചെയ്യണുണ്ടല്ലോ, കാൽപാദത്തിൽ നിന്ന് സുജൂദ് ചെയ്യുന്ന സ്ഥലം വരെ, അതാണ് എന്ത് ദൂരം. അത് കഴിഞ്ഞിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആ സ്ഥലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, കടന്നു പോകാം എന്നുള്ളതാണ്. ഹംബലികളും ഷാഫിഈകളും പറഞ്ഞത് സലാസത്ത അദ്റൂർ, 3 മുഴം കദം
കാൽപാദത്തിൻ്റെ അവിടുന്ന് 3 മുഴം അളക്കുക. ആ 3 മുഴം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കടന്നു പോകാം എന്നുള്ളതാണ് ഷാഫിഈകളുടെയും അതേപോലെ തന്നെ ഹംബലികളുടെയും പക്ഷം. പല പണ്ഡിതന്മാരും ആ വീക്ഷണത്തെയാണ് മുഖവിലേക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഒരാൾ സുത്ര വെച്ചിട്ടില്ല എങ്കിൽ, സുത്ര വെക്കാതെ ഇത് പറഞ്ഞെന്താ, നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ എന്നാണ്. നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ എന്ന് പറഞ്ഞാൽ പള്ളി അലത്തൂൽ മറല്ലാതെയാണെങ്കിൽ അതൊക്കെ നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെയാണ്. അപ്പോൾ അയാളൊക്കെ ഈ ഒരു കുറ്റത്തിന് അർഹനാകുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറഞ്ഞു കാൽപാദം മുതൽ സുജൂദ് ചെയ്യുന്ന ഇടം വരെ. അത് ഇത്ര ദൂരം എന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ആളുകൾ നീളമുള്ളവരായിരിക്കും, ചില ആളുകൾ ഷോർട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഇതിനനുസരിച്ച് ഇതാണ് അതിൻ്റെ അളവ്. ചിലപ്പം എന്തായിരിക്കും, ആ അടയാളം ഉണ്ടെങ്കിലും ആൾ അതിനോട് അടുത്ത് നിൽക്കുകയാണെങ്കിലോ. മനസ്സിലായില്ലേ? അത് നമുക്കിതിൽ വരും ഇൻഷാ അല്ലാഹ്. വര സുത്രയാകും, അതല്ല സുത്രയായിട്ട് ഒരു വര ഇല്ലാത്ത തന്നെ വേണമെന്നുള്ളത് ഇതിൽ വരും. അപ്പോൾ ഒന്നാമത്തെ ഹദീസ്, അൻ അബി ജുഹൈം ബിനിൽ ഹാരിസ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി മാദാ അലൈഹി മിനൽ ഇസ്ം ലകാന അൻ യഖിഫ 40 ഖൈറൻ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണം എന്താണ്, ഒരിക്കലും നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നിസ്കരിക്കുന്നവനെ ഭേദിച്ച് കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് തെറ്റാണ്. അത് പിന്നെ മക്കയെ സംബന്ധിച്ചിടത്തോളം മസ്ജിദുൽ ഹറാമിൽ നടന്നു പോകാൻ പറ്റുമോ? അതേപോലെ തന്നെ അതല്ല, മക്കത്ത് മൊത്തത്തിൽ മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ നടന്നു പോകാൻ പറ്റുമോ? പിന്നെ സുത്ര വെക്കുന്നതിൻ്റെ വിധി എന്താണ്? അതൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഖിലാഫി ആയിട്ടുള്ളൊരു മസലയാണ്. അതായത് ഒരാൾ നിസ്കാരത്തിൽ എന്ത് ചെയ്തു, സുത്ര വെക്കാതെ നിസ്കരിച്ച്, അയാൾ കുറ്റക്കാരനാണോ? സുത്ര വെക്കൽ നിർബന്ധമാണോ? മനസ്സിലല്ലേ? ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് സുത്ര വെക്കൽ നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, അത് സുന്നത്താണ്. പിന്നെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുത്ര ഇല്ലാതെ തന്നെ നിസ്കരിച്ചത് സഹീഹുൽ ബുഖാരിയിൽ നിവേദനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുത്ര വെക്കൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സുന്നത്താണ്. സുത്ര വെക്കാതെ ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ നിസ്കാരം ബാത്തിലാകൂല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചില റിവായത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. മക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സുത്ര സുത്രൻ്റെ അനിവാര്യത അറിയിക്കുന്നതായ ചില വിഷയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം മക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, സുത്ര വെക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ തന്നെയും പറഞ്ഞത് അൽ മശഖത്തു തജ്ലിബു തൈസീർ. സുത്ര വെക്കുക എന്നുള്ളത് അസീമത്തിനെയാണ് അറിയിക്കുന്നത്, വെക്കൽ അനിവാര്യമാണ് എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഒരു സംഗതിക്ക് അസീമത്ത്, അനിവാര്യതയെ അറിയിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ അതിനൊരു റുക്സി ഉണ്ടാകും, ഇളവും ഉണ്ടാകും. അൽ മശഖത്തു തജ്ലിബു തൈസീർ എന്നാണ്. ഞെരുക്കം എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ ഒരിക്കലും കഅബയോടടുത്ത് പ്രത്യേകിച്ച് നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സുത്ര വെക്കുക എന്നുള്ളത് സാധ്യമല്ല. മനസ്സിലായി? പ്രത്യേകിച്ച് അതിന് മുന്നിലൂടെ നടന്നു പോകുന്നവരുടെ മസല വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മക്കയുടെ വിഷയത്തിൽ ഇളവുണ്ട് എന്നാണ്. മസ്ജിദുൽ ഹറാമിൻ്റെ വിഷയത്തിൽ ഇളവുണ്ട്, മക്കയുടെ വിഷയത്തിലും മൊത്തത്തിലും ഇളവുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ദലിഫയുടെ രാവിൽ നിസ്കരിച്ചപ്പോൾ സുത്രയില്ലാതെയാണ് നിസ്കരിച്ചത് എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. മനസ്സിലായി? അത് മക്കയിൽ ഇളവുള്ള വിഷയമാണ് എന്നാണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. വരും ഒരു കുറച്ച് വിഷയം ഉണ്ട് അത്ര ഇതിൽ. രണ്ടാമത്തെ ഹദീസ്, വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിവേദനം, ഖാലത്ത്, അവർ പറഞ്ഞു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഗസ്വതി തബൂക്ക് അൻ സുത്രത്തിൽ മുസല്ലി ഫഖാൽ മിസ്ല മുഅഖിറത്തി റഹ്ലി അഖ്റജഹു മുസ്ലിം. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ നിവേദനം, ഖാലത്ത്, അവർ പറഞ്ഞു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, ഫി ഗസ്വതി തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു. തബൂക്ക് യുദ്ധം ഏത് വർഷത്തിലാണ്?
ഹിജ്റയുടെ 9 തബൂക്ക് മദീനയിൽ നിന്ന് പടിഞ്ഞാറ് വടക്ക് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സ്ഥലമാണ്. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു അൻ സുത്രത്തിൽ മുസല്ലി, നമസ്കരിക്കുന്നവൻ്റെ സുത്രയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. എന്തായിരിക്കും ചോദിക്കപ്പെട്ടത്? നമസ്കരിക്കുന്നവൻ്റെ സുത്രയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ വിധി എന്താണ്, അതിൻ്റെ ആകൃതി നീളത്തിലെത്ര, വീതിയിലെത്ര, അതിൻ്റെ ഷർത്ത് എന്താണ്, ഇങ്ങനത്തെ ഏതായാലും സുത്രയെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിസ്ല മുഅഖിറത്തിർ റഹ്ലി, റഹ്ലിൻ്റെ മുഅഖിറത്ത് പോലോത്തതാണ് എന്ന് പറഞ്ഞു. റഹിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സാധനമാണ്. സാഡിൽ ഒരു ഇങ്ങനെ നമ്മളൊരു പെരൻ്റെ മേൽക്കൂര വരെ ഇങ്ങനെ കാണൂലേ അല്ലേ, ഇങ്ങനെ സാധനം ഉണ്ടാവും, അതിങ്ങനെ വെക്കും, മനസ്സിലായി. അതിൻ്റെ മുന്നിലും ഉണ്ടാകും ഒരു ഇങ്ങനെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ ബടി ഉണ്ടാവും, മുന്നിലും ഉണ്ടാവും ബാക്കിലും ഉണ്ടാവും ഇങ്ങനെ ഒരു സാധനം. ഇതിങ്ങനെ ചാരുകയും ചെയ്യും, ഇതിങ്ങനെ പിടിക്കുകയും ചെയ്യും അല്ലേ. ഇതിപ്പം മുൻഭാഗമാണ് എങ്കിൽ ഇതാണ് മുഅഖിറത്തുർ റഹൽ. അതായത് ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള കയറിയിരിക്കാനുള്ള ആ സാധനത്തിനാണ് റഹൽ എന്ന് പറയാം. അതിൻ്റെ മുഅഖിറത്ത് പിന്നിലുള്ള ഒരു മരക്കഷ്ണം, അതിമെന്തേലും അതിൻ്റെ അറ്റത്തുണ്ടാവും, അല്ല ഇരുമ്പിൻ്റെയൊക്കെ എന്തെങ്കിലും ചട്ട പൊതിഞ്ഞതായിട്ടൊക്കെ. അപ്പോൾ ഒരു നമസ്കരിക്കുന്നവൻ്റെ സുത്ര അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മിസ്ല മുഅഖിറത്തിർ റഹ്ലി, റഹ്ലിൻ്റെ മുഅഖിറത്ത് പോലത്തതാണെന്ന്. അപ്പോൾ ചോദ്യം എന്തിനെക്കുറിച്ചാണെന്ന് പറയാം, അതിൻ്റെ നീളം എത്രയാണെന്നുള്ളതാണ്. അതിൻ്റെ നീളം, അതായത് ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒരു സുത്ര വെക്കുമ്പോൾ ആ സുത്രക്ക് എത്ര നീളം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഉത്തരം എങ്ങനെ വന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം എത്രയാണ്? ഒട്ടകത്തിൻ്റെ ഈ റഹലിൻ്റെ മുഅഖിറത്തിന് എത്ര നീളം ഉണ്ടാവും മനസ്സിലായില്ലേ? അത് ഒരു മുഴത്തിൻ്റെ 2/3 ഭാഗമാണ് അതിൻ്റെ നീളം. സാധാരണ മുഅഖിറത്ത് റഹലിനുള്ള നീളം ഒരു മുഴത്തിൻ്റെ, മുഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട് മുതൽ വിരൽത്തുമ്പ് വരെയുള്ള നീളമാണ് അല്ലേ, അതിൻ്റെ 2/3 എന്നാണ്. അതുകൊണ്ട് ചിലർ പറഞ്ഞ് ഇമാമു ദിറായിൻ്റെ മുഴത്തിൻ്റെ എല്ലുണ്ടല്ലോ അതിൻ്റെ നീളം എന്നാണ്. അത് ഇതുവരെയാണ്, മുഴം കൈയിൻ്റെ എല്ല് മുട്ട് മുതൽ ഇതുവരെയാണ്. അപ്പോൾ ഇത്ര നീളം, ഇവിടുന്ന് ഇതിനുള്ള നീളം, അങ്ങനത്തെ ഒരു സാധനം അത് സൂത്രയായിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായണ്ട? അതാണ്. പിന്നെ ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിസ്ല മുഅഖിറത്തിർ റഹ്ലി, റഹലിൻ്റെ പിന്നിലുള്ള ഈ മുഅഖിറത്ത് അതിൻ്റേത് പോലത്തതാണ്. അപ്പോൾ അത്ര നീളമാണ് വേണ്ടതെന്ന് അർത്ഥം സൂത്ര വെക്കുമ്പോൾ. ഇതിന് ഖിറാഅത്ത് മുഅഖിറത്ത് എന്നുണ്ട്, മുഅഖിറത്ത് എന്നുണ്ട്. മുഅഖിറത്ത് എന്നുണ്ട് റിവായത്ത്, മുഅഖിറത്ത് എന്ന റിവായത്തുണ്ട്, മുഅഖിറത്ത് എന്ന റിവായത്തുണ്ട്. രണ്ടും പറയും അതിന്. ഇതവിടെ അല്ലേ, ഇതേപോലെ ഈ ഹദീസിൽ തന്നെ അങ്ങനെ റിവായത്തുണ്ട്. അഖ്റജഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഹദീസിൽ പിന്നെ നമസ്കരിക്കുന്നതിന് മുന്നിലൂടെ നടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് പാടില്ലാതെ തെറ്റാണ്. രണ്ടാമത്തെ ഹദീസിൽ നമസ്കരിക്കുന്നതിന് മുന്നിൽ സൂത്ര വെക്കണം, പക്ഷേ ആ സൂത്ര എത്ര നീളമെങ്കിലും ഉണ്ടായിരിക്കണം, അത് മുഅഖിറത്തുർ റഹലിൻ്റെ നീളമെങ്കിലും ഉണ്ടായിരിക്കണം. അതാണ്. ഇനി മൂന്നാമത്തേത് മുഅഖിറത്തുർ റഹലിൻ്റെ വീതിയാണ്. മൂന്നാമത്തെ ഹദീസ് അറിയിക്കുന്നത് അത് വഅൻ സബ്റത ഇബ്നി മഅബദ് അൽ ജുഹനി وعن سبرة ابن معبد الجهني رضي الله عنه قال قال رسول الله صلى الله عليه وسلم
ലിയസ്തതിർ അഹദുകും ഫിസ്സലാ വലൗ ബിസഹ്മിൻ വലൗ ബിസഹ്മിൻ അഖ്റജഹുൽ ഹാക്കിം. ഈ ഹദീസ് സബ്റ ഇബ്നു മഅബദ് അൽ ജുഹനിയിൽ നിന്നാണ് നിവേദനം. സബ്റ ഇബ്നു മഅബദ് അൽ ജുഹനി. സബ്റ ഇബ്നു മഅബദ് അൽ ജുഹനി, അദ്ദേഹം ജുഹൈന ഗോത്രക്കാരനാണ്, ബനു ജുഹൈന, അതുകൊണ്ടാണ് ജുഹനി. മദീനയിൽ ഇറങ്ങി പാർത്തു. മദീനയിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ തന്നെ ഈ അബൂ ജുഹൈമിനെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം വരെ ജീവിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. സബ്റ ഇബ്നു മഅബദ് അൽ ജുഹനി, അബൂ സരിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. അബൂ സരിയ സബ്റ ബിനു മഅബദ് അൽ ജുഹനി. ഈ സബ്റയുടെ ചരിത്രം മക്ക ഫതഹിനെ തുടർന്ന് അദ്ദേഹത്തെ റസൂലുള്ളാഹ് ഒരു സഹാബിയോടൊപ്പം ഒരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. റസൂൽ മക്ക ഫതഹിനോടനുബന്ധിച്ചൊരു യുദ്ധസംഘത്തെ നിയോഗിച്ചു. അങ്ങനെ ആ സംഘം ബനു ആമിർ ഗോത്രത്തിന് നേരെയാണ് പോയത്. ഖുസാ ഗോത്രത്തിൻ്റെ ഉപഗോത്രം അതിന് നേരെ പോയി. അങ്ങനെ അവരോട് യുദ്ധം ചെയ്തിട്ട് എന്ത് ചെയ്ത് അവരെ തോൽപ്പിച്ചു. ആ ബനു ആമിർ ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീയെ ഇവർ ബന്ദിയായിട്ട് പിടിച്ചു. ഒരു ജാരിയത്തിനെ ബന്ദിയായിട്ട് പിടിച്ചു. ബനു ആമിർ ഗോത്രത്തിൽ അദ്ദേഹം ആ പെണ്ണ് ആമിരിയത്തായിരുന്നു. നല്ല സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഈ സബുറയും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനുമുണ്ട്. അപ്പോൾ അവർ ഈ സ്ത്രീയെ അവർക്ക് യുദ്ധാർജിത സ്വത്ത് കിട്ടിയാലേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ച് രണ്ടാളുണ്ട് ഞങ്ങൾ രണ്ടാൾ. അപ്പോൾ ചോദിച്ചു എന്താണ് മഹർ തരികയെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് ഒരു ബുർദ, അയാളുടെ അടുത്തും ഒരു ബുർദ ഉണ്ട്. അപ്പോൾ സബുറ പറയാണ് ഞങ്ങൾ രണ്ടാണുങ്ങൾ, അതിൽ സുന്ദരൻ ഞാനാണ്, അയാൾ അത്ര തന്നെ സുന്ദരനല്ല. പക്ഷേ ഞങ്ങളിത് രണ്ടാളത്തും ബുർദ ഉണ്ട്, മഹർ കൊടുക്കണ്ടേ. പക്ഷെ ആ ബുർദ മൂപ്പരടുത്താണ് നല്ലത്, എൻ്റെ ബുർദ മോശമാണ്, അത്ര തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബുർദ വസ്ത്രം എൻ്റെ സുഹൃത്തിൻ്റെ അടുത്താണ്, പക്ഷേ സുന്ദരന് ഞാനാണ്. അപ്പോൾ ഈ പെണ്ണിനോട് ചോദിച്ച് ഞങ്ങളിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അവളിങ്ങനെ നോക്കിയെന്ന്, രണ്ടാളെ ആണുങ്ങളെ നോക്കി, പിന്നെ ഇതും നോക്കി. അവസാനം എന്നെ തിരഞ്ഞെടുത്തെന്നാണ് സബറ പറയുന്നത്. അങ്ങനെ സബ്റ അവരെ കല്യാണം കഴിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഈ മുത്തവൻ്റെ വകുപ്പിലാണ് അന്നും അത് ഉണ്ട്. പിന്നെ റസൂൽ അവരോട് അതിനെ ഒഴിവാക്കാൻ പറയുക ചെയ്തത്, കാരണം മുത്തവ കല്യാണം വിരോധിക്കപ്പെട്ടു. സബ്റ ഇബ്നു മഅബദിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഏതായാലും സബ്റ ഇബ്നു മഅബദ് അൽ ജുഹനിയിൽ നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്തതിർ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ സ്വീകരിക്കട്ടെ. ലിയസ്തതിർ ലാമുൽ അമ്രാണ്, മറ സ്വീകരിക്കട്ടെ. ഫിസ്സല നമസ്കാരത്തിൽ. വലൗ ബിസഹ്മിൻ, സഹം എന്ന് പറഞ്ഞാൽ എന്താ? അമ്പ്. സഹം എന്ന് പറഞ്ഞാൽ അമ്പ്. വലൗ ബിസഹ്മിൻ, ഒരു അമ്പ് കൊണ്ടെങ്കിലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്തതിർ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ സ്വീകരിക്കട്ടെ. ഫിസ്സല നമസ്കാരത്തിൽ. വലൗ ബിസഹ്മിൻ, ഒരു അമ്പ് കൊണ്ടെങ്കിലും. എന്താ അതിൻ്റെ അർത്ഥം? ഒരമ്പെങ്കിലും കുത്തിയാട്ടിയിട്ട് മറയാക്കട്ടെ എന്ന്, സുത്രയായിട്ടൊരു അമ്പെങ്കിലും സ്വീകരിക്കട്ടെ എന്നാണ്. മനസ്സിലല്ലേ? അമ്പ് അവിടെ പറഞ്ഞെന്താ? അമ്പ് എത്ര ഉണ്ടാവും? അമ്പ് ചെറിയ ഇതായിരിക്കും അല്ലേ, നേർത്ത ഒരു കൊള്ളി പോലെ ആയിരിക്കും അമ്പ്. അപ്പോൾ അങ്ങനത്തതെങ്കിലും കുത്തിയിട്ട് എന്ത് ചെയ്യണം? സുത്ര സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ സുത്രൻ്റെ നീളം അത് മിസ്ല മുഖിറത്തിർ റഹിൽ, വീതി ഒരമ്പിൻ്റെ ആ വീതി ഉള്ളതായാലും വേണ്ടില്ല എന്നർത്ഥം. അഖ്റജഹുൽ ഹാക്കിം, ഈ ഹദീസ് ഹാക്കിം റിപ്പോർട്ട് ചെയ്തതാണ്. ഹാക്കിം മാത്രമല്ല, ഇമാം അഹ്മദ്, ഇമാം ബൈഹഖി, ഇബ്നു ഖുസൈമ, ഇബ്നു അബി ഷൈബ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. ലിയസ്തതിർ അഹദുക്കും ഫിസ്സല വലൗ ബിസഹ്മിൻ. ഈ ഹദീസ് അറിയിക്കുന്നത് എന്താ? ഹദീസ് അറിയിക്കുന്നത് നമ്മൾ നമസ്കരിക്കുമ്പോൾ സുത്ര സ്വീകരിക്കണം. അതിനി എത്ര ഒരു നേരിയ കൊള്ളിയാണെങ്കിലും വേണ്ടില്ല എന്നർത്ഥം. നേരിയൊരു കൊള്ളിയാണെങ്കിലും സുത്രയായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ്.
വരൻ്റെ വിഷയത്തിൽ വരുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അത് വിശദീകരണം വരും. ഇനി അടുത്ത ഹദീസ്. وعن أبي ذر الغفاري رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم يقطع صلاة الرجل المسلم إذا لم يكن بين يديه مثل مؤخرة الرحل المرأة والحمار والكلب الأسود الحديث. وفيه الكلب الأسود شيطان أخرجه مسلم. وله عن أبي هريرة نحوه دون الكلب. ولأبي داود والنسائي عن ابن عباس نحوه دون آخره. وقيد المرأة بالحائض. എന്താ ഈ ഹദീസ്? ഈ ഹദീസ് ഭയങ്കര ചർച്ചൻ്റെ ഒരു ഹദീസാണിത്. ചർച്ചൻ്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വിശാലമായ സംസാരങ്ങളാണ്. വിസ്മയം. അത് അന്ന് മുതലുണ്ട്, സഹാബികളുടെ കാലം മുതൽ സംസാരമുണ്ട്. എന്തുകൊണ്ട് സംസാരം? ആരാ സംസാരിച്ച്? ആരാ പറയാം? സഹാബികളുടെ കാലത്ത് ആരാ ഇതിനെക്കുറിച്ച് സംസാരിച്ച്? ഈ ഹദീസിന് അർത്ഥം പറയുമ്പോൾ ആ സംസാരം മനസ്സിൽ ഓർമ്മ വരും. വാൻ അബീ ദർറിൽ ഗിഫാരി, അബൂ ദർറുൽ ഗിഫാരിയിൽ നിവേദനം. അബൂ ദർറുൽ ഗിഫാരിൻ്റെ പേര് ആർക്കറിയാം? അബൂ ദർറുൽ ഗിഫാരി അദ്ദേഹം ജുന്ദുബ് ഇബ്നു ജുനാദയാണ്. അബൂ ദർ വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദുബ് ഇബ്നു ജുനാദ. ജുന്ദുബ് ഇബ്നു ജുനാദ അൽ ഗിഫാരി. അബൂ ദർ റളിയല്ലാഹു തആല ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ ഞാൻ ഇസ്ലാമിൽ അഞ്ചാമനാണെന്ന് പറഞ്ഞത്. അത് അഞ്ചാമൻ എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ അദ്ദേഹം ആദ്യകാലത്തിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാവർക്കും പ്രസിദ്ധനായ റാവിയാണ് അബൂ ദർ അൽ ഗിഫാരി. ഹിജ്റയുടെ 32 റബ്ദയിലാണ് അബൂ ദർ അൽ ഗിഫാരി മരണപ്പെടുന്നത്. ഹിജ്റയുടെ 32 റബ്ദയിൽ, റബ്ദ എന്ന മദീനക്കടുത്ത സ്ഥലത്ത് വെച്ച്. അദ്ദേഹം തനിച്ചായിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, അബൂ ദർ യഈഷു വഹീദൻ വയമൂതു വഹീദൻ വയുബ്അസു വഹീദ. തനിച്ച് ജീവിക്കും, തനിച്ചായിരിക്കാൻ മരണപ്പെടും, തനിച്ച് അദ്ദേഹം ഒരിടത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അബൂ ദർ റളിയല്ലാഹു തആല എല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധനായ റാവിയാണ്. അബീ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്തഉ സലാത്തർ റജുലിൽ മുസ്ലിം, മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ നമസ്കാരത്തെ മുറിക്കും. യഖ്തഉ നമസ്കാരത്തെ മുറിക്കും. തന്നെ ഇതില റജുൽ റജുലുണ്ട്, മാഫി മുഷ്കിൽ, റജുൽ മാഫി മുഷ്കിൽ. യഖ്തഉ സലാത്തർ റജുലിൽ മുസ്ലിം, മുസ്ലിമായ റജുലിൻ്റെ മനുഷ്യൻ്റെ നമസ്കാരത്തെ മുറിക്കും. ഇദാ ലം യകുൻ ബൈന യദൈഹി, അവൻ്റെ മുന്നിലില്ല എങ്കിൽ. ഇദാ ലം യകുൻ ബൈന യദൈഹി, അവൻ്റെ മുന്നിൽ ഇല്ല എങ്കിൽ. മിസ്ലു മുഅഖിറത്തിർ റഹിൽ, മുഅഖിറത്തുർ റഹിൽ പോലുള്ളത്. മുഅഖിറത്തുർ റഹിൽ നമ്മൾ പറഞ്ഞു, അതുപോലുള്ളത് അവൻ്റെ മുന്നിലില്ല എങ്കിൽ അവൻ്റെ നമസ്കാരത്തെ മുറിക്കും. ആരെ മുറിക്കുക? അൽ മർഅതു സ്ത്രീ, വൽ ഹിമാർ കഴുത, അക്രമക്കുമുള്ള, വൽ കെൽബുൽ അസ്വദ്, കെൽബുൽ അസ്വദ് കറുത്ത നായ, അക്രമക്കുമുള്ള, വൽ കെൽബുൽ അസ്വദ് കറുത്ത നായ. അൽ ഹദീസ്, ഈ ഹദീസിന് ഇനിയും ബാക്കിയുണ്ട്. അൽ ഹദീസ് വഫീഹി, ഈ ഹദീസിലുണ്ട് അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ. കൽബുൽ അസ്വദ് എന്താണ്? ഷെയ്ത്താനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന് തുടർച്ചയായിട്ടുണ്ട്, ബാക്കിയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ അബൂദറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അബൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മാ ബാലുൽ കെൽബിൽ അസ്വദി ബിനൽ കെൽബിൽ അസ്വരി ഒമിനൽ കെൽബിൽ അഹ്മർ എന്ന്, അൽ അബിയൽ, പിന്നെ കറുത്ത വെളുത്ത നായുണ്ട്, മഞ്ഞ നായുണ്ട്, അതേപോലെ ചുവന്ന നായുണ്ട്. അതിനൊന്നും പിന്നെ അതിൽ നിന്നൊക്കെ ഈ അൽ കെൽബുൽ അസ്വദ് എന്തുകൊണ്ട് പറയപ്പെട്ടു
എന്തുകൊണ്ട് നിസ്കാരം മുറിക്കും എന്ന് അബൂദർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞതാണ് അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ. കെൽബുൽ അസ്വദ് എന്താണ്? ഷെയ്ത്താനാണ്. അതാണ് വഫീഹി, അതിലുണ്ട് അൽ കെൽബുൽ അസ്വദ്. അബൂദർ ഇത് റസൂലുള്ള പറഞ്ഞപ്പോൾ അബൂദർ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ റസൂലുള്ള പറഞ്ഞാണ് എന്ത്? അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ. അതുകൊണ്ടാണ് വഫീഹി എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ തന്നെ ഉണ്ട്. അഖ്റജഹു മുസ്ലിം. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്ത്? ഇമാം മുസ്ലിമാണ്. വലഹു, മുസ്ലിമിനുണ്ട്, അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്നും നഹ്വഹു, ഇതുപോലത്തെ ഹദീസ്. പക്ഷേ ദൂനൽ കെൽബ്, അതിലെന്തില്ല? കെൽബില്ല, കെൽബിനെ കുറിച്ചുള്ള പരാമർശമല്ല. പക്ഷെ മുസ്ലിമിൽ തന്നെ കെൽബ് എന്ന ഹദീസ് വേറെ റിപ്പോർട്ടുണ്ട്. പക്ഷെ അബൂ ഹുറൈറയിൽ നിന്നുള്ള നിവേദനത്തില്ല. വലി അബീ ദാവൂദ വൻ നസായി അൻ ഇബ്നു അബ്ബാസിൻ നഹ്വഹു. കണ്ട, ഇമാം അബൂ ദാവൂദും നസായിയും ഇബ്നു അബ്ബാസിൽ നിന്നും ഇതുപോലത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൂന ആഖിരിഹി, പക്ഷെ അതിലെന്തില്ല? ഈ പിന്നെ അവസാന ഭാഗം ഉണ്ടല്ലോ, അൽ കെൽബുൽ അസ്വദ് ഷെയ്ത്താൻ എന്നുള്ള ആ ഭാഗം ഇല്ലാതെ. വഖയ്യദ അൽ മർഅത ബിൽ ഹായിദ്, മാത്രമല്ല വഖയ്യദ അൽ മർഅത, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്ത്രീക്ക് ഖൈദ് വെച്ചു. എന്താ ഖൈദ്? ബിൽ ഹായിദ്, ആർത്തവകാരി എന്നുള്ള ഖൈദ് വെച്ചു, ഉപാധി വെച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ മുഅഖിറത്തുർ റഹ്ലില്ലാതെ ഒരാൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുന്നിലൂടെ മർഅത്ത് പോയാൽ നിസ്കാരം മുറിയുന്നതാണ്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലൊരു ഖൈദ് വെച്ചു, ഉപാധി വെച്ചു. എല്ലാ സ്ത്രീയല്ല, പിന്നെയോ അൽ മർഅത്തുൽ ഹായിൽ, ആർത്തവകാരിയായ സ്ത്രീ, അത് ഇബ്നു അബ്ബാസിൻ്റെ ഖൈദാണ്. മനസ്സിലായോ? തയ്യബ്, അല്ല നമുക്ക് വരാം. അപ്പോൾ പിന്നെ നമസ്കരിക്കുന്നവൻ്റെ മുന്നിൽ മറയില്ലെങ്കിൽ സ്ത്രീ, കഴുത, കറുത്ത നായ, ഇവർ നടന്നു പോയാൽ നിസ്കാരം എന്ത് ചെയ്യും? മുറിയും എന്നാണ് ഹദീസിലുള്ളത്. അതിനെക്കുറിച്ചാണ് വിശാലമായ സംസാരമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ, അതായത് പിന്നെ ഈ ഹദീസ് റസൂലുള്ളാഹിൻ്റെ വിയോഗാനന്തരം ഈ ഹദീസ് പരാമർശിക്കപ്പെട്ടപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അതിനെ എതിർത്ത്. ആയിഷമ്മയാണ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ കഴുതയോടും നായയോടും സമപ്പെടുത്തി. എന്നിട്ട് ആയിഷമ്മ പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ കിടക്കാറുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ എൻ്റെ കാല് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വിലങ്ങിനായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി എൻ്റെ കാലിന് കുത്തും. അപ്പോൾ ഞാൻ എൻ്റെ കാല് വലിക്കും. അപ്പോൾ റസൂലുള്ളാഹി അവിടെ സുജൂദ് ചെയ്യാറുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത്. ഈ ഹദീസിനെ കുറിച്ച് വലിയ സംസാരങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ. അതിൽ ഫിഖഹിയായ മസലകൾ. ഹദീസ് സഹീഹാണ് ബിലാ ശക്ക്. ഈ ഹദീസ് അബൂദറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, അബൂ ഹുറൈറയിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന്, വേറെയും റാവിമാരിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുഗഫലിൽ നിന്ന് ഈ ഹദീസ് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹാൻ്റെ ഹദീസ് അത് സഹീഹാണ്. ഏത്? റസൂല നിസ്കരിച്ചു, അപ്പോൾ അവർ റസൂലിൻ്റെ മുമ്പിൽ കിടന്നിരുന്നു. അപ്പോൾ റസൂല സുജൂദിലേക്ക് വരുമ്പോൾ റസൂല കാലിന് കുത്തും. അപ്പോൾ കാല് ഞാൻ വലിക്കുമ്പോൾ റസൂൽ അവിടെ സുജൂദിരുന്നുള്ള ഹദീസ് സഹിയാണ്. പക്ഷെ അവിടെ ഒരു വിഷയം, ആയിഷമ്മൻ്റെ ഹദീസും സഹിയാണ്, ഈ ഹദീസും സഹിയാണ്. പക്ഷെ ആയിഷമ്മാൻ്റെ ഹദീസ് പരാമർശിക്കുന്ന വിഷയം ഒന്ന് വേറെയാണ്, ഈ ഹദീസ് പരാമർശിക്കുന്നൊരു വിഷയം വേറെയാണ്. അതായത് ആയിഷമ്മൻ്റെ ഈ ഹദീസിൽ അൽ മാറിനെ കുറിച്ചാണ് പറയുന്നത്. മാർ എന്ന് പറഞ്ഞാൽ ആരാ? നടന്നു പോകുന്നവൻ. അതായത് സ്ത്രീ മുന്നിലൂടെ നടക്കുകയാണ് എങ്കിലാണ് നിസ്കാരത്തെ ബാത്തിലാക്കുക എന്ന് പറഞ്ഞത്. ആയിഷമ്മൻ്റെ ഹദീസിൽ പറയുന്നത് മാറല്ല, കാറാണ്. അതാണ് പിന്നെ കാറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മുന്നിൽ നടക്കാതെ കിടക്കുകയോ നിൽക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനങ്ങാതെ നിൽക്കുന്നവൻ്റെ വിഷയമാണ് കാറ്. അതാണ് ആയിഷമ്മൻ്റെ ഹദീസിലുള്ളത്. എന്നാൽ നടന്നു പോകുന്നവൻ്റെ വിഷയമാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസിൽ ഇതിൽ എന്തുകൊണ്ട് സ്ത്രീ നടന്നു പോയാൽ എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ചില റിപ്പോർട്ടുകളുള്ളത് പിന്നെ അബർ എന്നാണ്. അബറ എന്ന് പറഞ്ഞാൽ ഒബൂർ, കടന്നു പോവുക എന്നാണ്. ഒബൂറാണ്. അപ്പോൾ ഒരു സ്ത്രീ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ നിസ്കാരത്തെ മുറിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മുറി. അതേസമയം ഒരു സ്ത്രീ മുന്നിൽ നിന്നു എന്നോ, അല്ലെങ്കിൽ മുന്നിൽ ഇരുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ മുന്നിൽ കിടന്നു എങ്കിൽ നിസ്കാരം മുറിയില്ല എന്നറിയിക്കുന്ന തെളിവുണ്ട്. അതാണ് ആയിഷമ്മൻ്റെ ഹദീസ്.
എന്നാൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ മുറിക്കും എന്നുള്ളതാണ് അബൂദറിൻ്റെയും അബൂ ഹുറൈറയുടെയും അതേപോലെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൻ്റെയും അബ്ദുല്ലാഹി ബിൻ മുഗഫലിൻ്റെയും മറ്റൊക്കെ ഹദീസ് അറിയിക്കുന്നത്. മനസ്സിലായി? എന്താണ് അതിലുള്ള പൊരുൾ? അല്ലാഹു ആലം. അതിൻ്റെ പൊരുൾ ഹിക്മത്ത് എന്ത് ചെയ്യുന്നുള്ളത് അല്ലാഹു തആല ആലം. നമ്മൾ പിന്നെ ഇത്തരം ഹദീസുകൾ സഹിയായി സ്ഥിരപ്പെട്ടു വന്ന് ഇതുകൊണ്ട് അമലെടുക്കുവാൻ ഇബാദത്ത് എടുക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഇബാദത്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ളത്. ആയിഷുമ്മൻ്റെ ഹദീസും ഈ ഹദീസും എതിരാകണില്ല. ആയിഷുമ്മൻ്റെ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് കാറിൻ്റെ വിഷയത്തിലാണ്, അനങ്ങാതെ നിൽക്കുന്നവൻ്റെ വിഷയത്തിലാണ്. എന്നാൽ ഇവരുടെ ഹദീസ് കൈകാര്യം ചെയ്യുന്നത് മാറിൻ്റെ വിഷയമാണ്, കടന്നു പോകുന്നവൻ്റെ വിഷയമാണ്, നടന്നു പോകുന്നവൻ്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഹദീസുകളും വേറെ വേറെ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നൊന്ന്, മർഅത്തിനെയും ഹിമാറിനെയും കെൽബിനെയും ഒന്നിച്ച് പറഞ്ഞ് വിചാരിച്ചിട്ട് ഈ ഹിമാറും കെൽബും അവരുടെ ദർജയിലാണ് മർഅത്ത് വരണമെന്നില്ല. അങ്ങനെ ഇന്ന് വരണില്ല. 3 എണ്ണത്തിനെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. സ്ത്രീക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എല്ലാവർക്കും അറിയാം. സ്ത്രീയെ ഇസ്ലാം ഏറെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ കടന്നു പോവുക എന്നുള്ളത് എന്ത് ചെയ്യും, നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ ബാധിക്കും. ഖുശൂഇനെ അത് ബാധിക്കും. അത് കാരണത്താൽ തന്നെ ഖുശൂഇനെ ബാധിക്കും എന്നുള്ളത് കാരണത്താലാണ് നിസ്കാരത്തെ മുറിക്കും എന്ന് പറഞ്ഞത്. അതിനെയും പണ്ഡിതന്മാർ നിരൂപണം നടത്തിയിട്ടുണ്ട്. അതായത് മുന്നിൽ കിടക്കുന്ന ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ ഖുശൂഇനെ ബാധിച്ചിട്ടില്ല എങ്കിൽ നടന്നു പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് ഖുശൂഇനെ ബാധിക്കുക? അപ്പോൾ പറഞ്ഞത് അത് ഭാര്യയാണ്. അന്യ സ്ത്രീ നടന്നു പോകുമ്പോഴാണ് പ്രശ്നം. മനസ്സിലായി? അപ്പോൾ അന്യ സ്ത്രീ ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ഖുശൂഇനെ ബാധിക്കും. ഭാര്യയാണെങ്കിൽ ഖുശൂഇനെ ബാധിക്കില്ല. അപ്പോൾ ഒരു ഭാഗം പറഞ്ഞ് ഭാര്യയാണെങ്കിലല്ലേ, അന്യസ്ത്രീനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഭാര്യനെ കുറിച്ച് അറിയാം, അത് മുന്നിൽ കിടക്കുമ്പോൾ തുടങ്ങിയ കുറേ പരാമർശങ്ങളുണ്ട്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സഹീഹായി വന്നിട്ടുള്ളതാണ്. അത് ആയിഷുമ്മൻ്റെ ഹദീസ് ഒരിക്കലും ഇതിനെതിരാവുന്നില്ല. ഒരു സ്ത്രീ മുന്നിലൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമസ്കാരത്തെ ബാധിക്കും. അതിൻ്റെ അർത്ഥം സ്ത്രീ കഴുതയെപ്പോലെയാണ് എന്നോ അല്ലെങ്കിൽ കറുത്ത നായയെപ്പോലെയാണോ എന്നോ അതിൻ്റെ ഉദ്ദേശമില്ല. കാരണം അത് മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്ഥാനങ്ങളെന്ത്, മഹത്വങ്ങളുണ്ട് എന്നുള്ളത് വേറെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഹറമിൻ്റെ ഹുക്മ് വേറെയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഹറമിൻ്റെ വിധി വേറെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിൽ ഒന്നും കൂടി ഇതിൻ്റെ ഒരു വിശദീകരണം വരും. ഇനി ഇതിൽ 3 ഹദീസുകൾ കൂടി ബാക്കിയുണ്ട്. അത് പറയുമ്പോൾ ഇതിൻ്റെ ചില മസലകൾ വരും. ഇതിൽ നിസ്കാരം മുറിക്കുമെന്നാണ് പറഞ്ഞത്. അത് നിസ്കാരത്തെ ബാത്തിലാക്കുമോ അതല്ല നിസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ കുറക്കുമോ, പൂർണ്ണതയെ നിഷേധിക്കുമോ, അതൊരു മസലയാണ്. ഒരു സ്ത്രീ നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ എന്തില്ല, മുഅഖിറത്തുർ റഹലില്ല. ഇതുണ്ട് എങ്കിൽ പ്രശ്നമില്ല. മുഅഖിറത്തുർ റഹലിനെ മറികടന്നിട്ട് ഒരു സ്ത്രീ പോയാൽ പ്രശ്നമല്ല. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഹിമാറോ കെൽബോ പോയിട്ടുണ്ടെങ്കിൽ വിഷയമല്ല. അതേസമയം മുഅഖിറത്തുർ റഹൽ ഇല്ലാതെയാണ് നിസ്കരിക്കുമ്പോഴാണ് വിഷയം. അപ്പോൾ ഒരു സ്ത്രീ നടന്നുപോയി, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഹിമാറോ കെൽബോ നടന്നുപോയി എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ഹുക്ം എന്താ? നിസ്കാരം ബാത്തിലായോ അതല്ല നിസ്കാരം സാധുവാണോ? ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫിഈ, ഇമാം മാലിക് അവരുടെ മദ്ഹബ്, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിൽ പ്രസിദ്ധമായ അഭിപ്രായം നിസ്കാരം സാധുവാണ്, സഹിഹാണ്. പക്ഷേ നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഹനിക്കും എന്നുള്ളതാണ്. നിസ്കാരം സാധുവാണ്, നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഹനിക്കും. മനസ്സിലായില്ലേ? സ്ത്രീ അതേപോലെ തന്നെ കഴുത അല്ലെങ്കിൽ കറുത്ത നായ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല. അത് പ്രത്യേക നിസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ഹനിക്കും, പ്രതിഫലത്തെ കുറക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ഹദീസിൻ്റെ ലഫ്ദ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലഫ്ദ് അറിയിക്കണത് എന്താ? ഈ ഹദീസിൻ്റെ ലഫ്ദ് എന്താണ് അറിയിക്കുന്നത്? നിസ്കാരത്തിൻ്റെ പൂർണ്ണത കുറക്കുന്നതാണോ നിസ്കാരത്തെ തന്നെ കുറക്കുന്ന? യഖ്തഉസ്സലാം, നിസ്കാരത്തെ മുറിക്കുന്നതാണ്, നിസ്കാരത്തെ മുറിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദിൽ നിന്നുള്ള ഒരഭിപ്രായം, അതേപോലെ തന്നെ ഹംബലി മദ്ഹബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം പോലുള്ളതായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിസ്കാരത്തെ മുറിക്കുന്നതാണ്, നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. നിസ്കാരം ബാത്തിലാകും എന്നുള്ളതാണ്. നിസ്കാരം ബാത്തിലാകും, ഒരാൾ മടക്കി നിസ്കരിക്കണം എന്നർത്ഥം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അത് അൽ കെൽബുൽ അസ്വദിൽ മാത്രം പരിമിതപ്പെടുത്തി. കെൽബുൽ അസ്വദ് മാത്രമാണ് നിസ്കാരത്തെ മുറിക്കുക. എന്തുകൊണ്ട് സ്ത്രീ നിസ്കാരത്തെ മുറിക്കൂല?
സ്ത്രീ നിസ്കാരത്തെ മുറിക്കൂല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാൻ കാരണം ആയിഷമ്മൻ്റെ ഹദീസാണ്. ആയിഷമ്മൻ്റെ ഹദീസാണ്. അത് നടന്നു പോകുന്ന വിഷയത്തിൽ നിസ്കാരത്തിൽ മുന്നിൽ കിടക്കുകയാണല്ലോ, അത് കാരണത്താലാണ്. ഹിമാർ എന്തുകൊണ്ട് മുറിക്കൂല? ഹിമാർ മുറിക്കൂല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, മിനയിൽ നിസ്കരിക്കുകയാണ് ഇമാമായിട്ട്. അപ്പോൾ ബാക്കിലെല്ലാം സെഫ് ഇട്ടിട്ട് നിസ്കരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൻ്റെ കഴുതപ്പുറത്ത് വന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? സഫിനിടയിലൂടെ ഇബ്നു അബ്ബാസ് കഴുതപ്പുറത്ത് നടന്ന്, എന്നിട്ട് എന്ത് ചെയ്തു? ഇബ്നു അബ്ബാസ് സഫിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് കഴുതയെ വിട്ടു ഇബ്നു അബ്ബാസ് ജനങ്ങളോടൊത്ത് നിസ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കഴുത എന്തുണ്ട്? സഫിന് മുന്നിലൂടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസിനെ വെച്ചിട്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ സ്ത്രീയുടെയും അതേപോലെ തന്നെ കഴുതയുടെയും വിഷയം അത് നിസ്കാരത്തെ മുറിക്കൂല. എന്നാൽ അൽ കൽബുൽ അസ്വദ് അതിനെ നിസ്കാരത്തെ അത് നിസ്കാരത്തെ മുറിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. എന്നാൽ അതിനെ ഒഴിവാക്കണ തെളിവുകൾ വേറെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അൽ കൽബുൽ അസ്വദ് നമസ്കാരത്തെ മുറിക്കും എന്നുള്ളതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. എന്നാൽ മൂന്നും ഒരുപോലെ നിസ്കാരത്തെ മുറിക്കും എന്നാണ് ഇബ്നു തൈമിയ, അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, പിന്നെ പിൽക്കാലത്തെ ഇവിടുത്തെ പണ്ഡിതന്മാരിൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷേഖ് മുൻ മുഫ്തി, അവരുടെയൊക്കെ ഫത്വ വിഷയത്തിൽ വായിക്കാൻ സാധിച്ചത് ഈ ഹദീസ് അറിയിക്കുന്ന ബാഹ്യം എന്താണ്? നിസ്കാരത്തെ ഈ മൂന്ന് കൂട്ടരും മുറിക്കും എന്നുള്ളതാണ്. കൽബുൽ അസ്വദിനെ കുറിച്ച് പറഞ്ഞു, അത് ഷൈത്താനാണ്. കൽബുൽ അസ്വദ് ഷൈത്താനാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഹിമാറിനെ സംബന്ധിച്ചിടത്തോളം ഹിമാറും ഷെയ്ത്താനായിട്ടൊരു ബന്ധമുണ്ട്. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമീഅ്തും നഹീഖൽ ഹിമാർ അല്ലെങ്കിൽ നഹീഖൽ ഹമീർ ഫസ്തഈദു ബില്ലാഹ് മിനശ് ഷൈത്താൻ. കഴുത കരയുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഷെയ്ത്താനിൽ നിന്ന് അഭയം തേടണം. കാരണം കഴുത ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട് എന്നാണ്. പിന്നെ റഅത്ത് ഷെയ്ത്താനൻ, അത് ഷെയ്ത്താനെ കണ്ടിട്ടുണ്ട് എന്നാണ്. മനസ്സിലായോ? നമ്മൾ ഈ ഹദീസിൻ്റെ ബാഹ്യം ഇത് സഹിയായി സ്ഥിരപ്പെട്ടതാണ്. അതിൻ്റെ ബാഹ്യം അനുസരിച്ച് നമ്മളതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. വഫീഹി അൽ കൽബുൽ അസ്വദ് ഷെയ്ത്താൻ. ഈ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽ കൽബുൽ അസ്വദ് ഷെയ്ത്താനാണ് എന്ന്. അത് ഞാൻ പറഞ്ഞു അബൂ ദർറിൻ്റെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് റസൂലുള്ള പറഞ്ഞത്. അഖ്റജഹു മുസ്ലിം. ഇനി വലഹു അൻ അബീ ഹുറൈറത നഹ്വഹു ദൂനൽ കൽബ്. കൽബ് എന്ന പരാമർശമല്ലാതെ, അതായത് ഈ അൽ മർഅത്തു അൽ ഹിമാർ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറയിൽ നിന്നും ഇമാം മുസ്ലിമിന് ഹദീസ് ഉണ്ട്. പക്ഷേ ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ അൽ കൽബ് വന്നതുമുണ്ട്. വലി അബീ ദാവൂദ് വൻ നസായി അൻ ഇബ്നു അബ്ബാസ് നഹ്വഹു. ഇതുപോലെ ഇബ്നു അബ്ബാസിൽ നിന്ന് അബൂ ദാവൂദിൻ്റെയും നസായിയുടെയും റിവായത്തുണ്ട്. ദൂന ആഖിരിഹി, അതിലെന്തില്ല, ഈ അവസാന ഭാഗമല്ല. വഖയ്യദൽ മർഅത ബിൽ ഹായിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്ത്രീയെ ഹായിൽ കൊണ്ട് കൈത് വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ, അതായത് മുഅഖിറത്തുർ റഹ്ലില്ലാതെ ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കരിക്കുന്നവനെ നിസ്കാരത്തെ ആര് മുറിക്കും? ഇബ്നു അബ്ബാസിൻ്റെ ഫത്വ പ്രകാരം ഹൈലുള്ള സ്ത്രീ മുറിക്കും എന്നാണ്. ഹൈലുള്ള സ്ത്രീ മുറിക്കും. പിന്നെ ഹിമാറും കൽബുൽ അസ്വദും മുറിക്കുന്നതാണ്. ഒന്നാമത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഇതുണ്ടല്ലോ, ഈ അൽ മർഅത്തുൽ ഹായിദ് എന്നുള്ളതുണ്ടല്ലോ, ആ റിവായത്ത് പ്രബലപ്പെട്ടതല്ല. അപ്പോൾ പ്രബലപ്പെട്ടതല്ലാത്തതാകുമ്പോൾ എന്ത് വേണം? മൊത്തത്തിൽ സ്ത്രീ മുറിക്കും എന്നുള്ളതാണ്. മർഅത്ത്. അപ്പോൾ കുട്ടികളോ? ഇവിടെ മർഅത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ പെൺകുട്ടികൾ എന്തല്ല മുറിക്കൂല, കാരണം അവർ മർഅത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചപ്പോൾ ഉമ്മി സലമ റളിയല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹിൻ്റെ ഭാര്യ ഉമ്മി സലമ പറയാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്, ഉമറും സൈനബും. വേറെയും കുട്ടികളുണ്ട്. അതിൽ 2 കുട്ടികൾ ചെറിയവർ. റസൂൽ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്ത്? ഉമർ ഓടിയെന്ന് മുന്നിൽ കൂടി. അപ്പോൾ റസൂൽ ഉമറിനെ തടഞ്ഞ്. അപ്പോൾ കുട്ടികളാണെങ്കിലും മുന്നിലൂടെ പോകുമ്പോൾ സമ്മതിക്കാൻ പാടില്ല എന്നുള്ള തെളിവാണ്. ഉമറിനെ തടഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉമർ വേഗം ലജ്ജിച്ചിട്ട് മടങ്ങി. റസൂൽ തടഞ്ഞ് മടങ്ങി. പിന്നെ ഉമ്മി സലമയുടെ മറ്റൊരു കുട്ടിയാണ് സൈനബ് ഓടിയെന്ന്. അപ്പോൾ റസൂൽ തടഞ്ഞ്. പക്ഷേ സൈനബ് കൂട്ടാക്കിയില്ല. സൈനബ് എന്ത് ചെയ്ത്? മുന്നിലൂടെ കടന്നുപോയി. റസൂൽ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്, അവർ നമ്മളെ അതിജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ, പെണ്ണുങ്ങൾ നമ്മൾ അതിജയിച്ചു എന്നുള്ള അർത്ഥം കണ്ട ഒരു പ്രയോഗം. ഏതായാലും സൈനബ് കടന്നുപോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റസൂലിനെ മടക്കി നിസ്കരിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? ആ നിസ്കാരം
സഹിയാണ്. പെൺകുട്ടികൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തില്ല, പെൺകുട്ടികൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ മുറിക്കില്ല. സ്ത്രീകൾ നടന്നു പോകുമ്പോഴാണ്. സ്ത്രീകളുടെ അപ്പോൾ എത്ര പ്രായപരിധി? ആയിഷ ഉമ്മയിൽ നിന്നൊക്കെ 9 വയസ്സ് 9 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണാണ് എന്നുള്ള രീതിയിലുള്ള ചില റിവായത്തുകൾ കാണാം. ഇവിടെ ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഈ മർഅത്തിനെ ഹായിദ് കൊണ്ട് ഖൈദ് വെച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ അർത്ഥം എന്താ? അൽ മർഅത്തുൽ ഹായിദ്, ആർത്തവകാരിയായ സ്ത്രീ. അതിനെ ബലപ്പെടുത്തിയവർ ഒരു ഇഷ്കാലിലായി. എന്താ ഇഷ്കാൽ എന്നറിയോ? ഒരു പെണ്ണ് നടന്നു പോയി, അവൾ ആർത്തവകാരിയാണോ അല്ലേ എന്നുള്ളത് നിസ്കരിക്കുന്നവൻ എങ്ങനെ അറിയാം? അറിയില്ല. അതുകൊണ്ട് ഒന്നാമത് ഈ ഹദീസ് എന്തല്ല ബലപ്പെട്ടതല്ല, അതുകൊണ്ട് അത് തെളിവെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഹായിദ് എന്ന് പറഞ്ഞാൽ ആർത്തവകാരി എന്നല്ല. പിന്നെയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ലാ യഖ്ബലുല്ലാഹു സലാത്ത ലാ യഖ്ബലുല്ലാഹു സലാത്ത ഹായിദിൻ ബിദൂനി ഖിമാർ. ഖിമാറില്ലാതെ ഹായിദിൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. ഖിമാർ എന്ന് പറഞ്ഞാൽ എന്താ? മുഖമക്കന. ഖിമാറില്ലാത്ത ഹായിദിൻ്റെ നിസ്കാരം സ്വീകരിക്കും. അവിടെ ഹായിൽ എന്ന് പറഞ്ഞാൽ ആർത്തവകാരി എന്നല്ല അർത്ഥം. പിന്നെയോ പ്രായപൂർത്തിയായ പെണ്ണ് എന്നാണ്. പ്രായപൂർത്തിയായ പെണ്ണ് എന്നാണ്. ആ അർത്ഥമാണെങ്കിൽ ഓക്കെ. ഇവിടെ അൽ മർഅത്തുൽ ഹായിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർത്തവകാരിയായ പെണ്ണ് പറഞ്ഞാൽ വലിയ പെണ്ണുങ്ങൾ, മനസ്സിലായി? ആ അർത്ഥത്തിലാകുമ്പോൾ എന്തില്ല, ഇഷ്കാലില്ല, ഇതിൽ ഇഷ്കാല് വരുന്നില്ല. വഖയ്യദ് അൽ മർഅത്ത, ഇബ്നു അബ്ബാസ് ഖയ്ദ് വെച്ചു സ്ത്രീ എന്നുള്ളതിനെ ബിൽ ഹായിദ് കൊണ്ട്, എന്ന് പറഞ്ഞാൽ ആർത്തവകാരിയായ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എൻ്റെ വാക്കാണ്. ഹദീസ് സഹീഹ് മർഫൂആയിട്ടുള്ള ഹദീസ് അല്ല അത്. അത് തന്നെയും പ്രബലപ്പെട്ടതുമല്ല. ഇതാണിപ്പോൾ ഈ ഹദീസ്. ഇനി നമുക്കിതിൽ അപ്പോൾ ഹറമിൽ നടന്നു പോവുകയാണെങ്കിൽ, ഹറമിൽ നിസ്കരിക്കുന്നവർ അവരുടെ മുന്നിലൂടെ സ്ത്രീ നടന്നു പോവുകയാണെങ്കിൽ നിസ്കാരം മുറിയോ? പിന്നെ അങ്ങനെയുള്ള ചില മസാലകളുണ്ട്. ഇനി ഇതിൽ 3 ഹദീസുകൾ ഇനി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതിലും കുറച്ച് മസാലകൾ വരും. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി അത് ഒന്ന് ഇതാക്കാം. ഹറമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സ്ഥലങ്ങളുടെ ഹുക്കുമല്ല ഹറമിന്, മനസ്സിലായി? മറ്റു സ്ഥലങ്ങളിലുള്ള ഹുക്കുമല്ല ഹറമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഹറമിൻ്റെ വിധി ഒക്കെ പ്രത്യേകമാണ്. അത് ഏതായാലും അതൊന്നുകൂടി വിശദീകരിക്കാം അടുത്ത ക്ലാസ്സിൽ. ഇതിലിപ്പോൾ എന്തെങ്കിലും ഇഷ്കാലുണ്ടോ? വേറെ കുറേ മസാലകൾ ഇതിലുണ്ട് ഉരുത്തിരിഞ്ഞിട്ട്. നമ്മളിപ്പോൾ സഹീഹായി വന്ന ഹദീസുകൾ നമ്മളെക്കാൾ പ്രാമാണികരും, നമ്മളുടെ പൂർവികരായവർ പ്രാമാണികർ, അതേപോലെ തന്നെ ഈ ഹദീസിനെ ഷറഹ് ചെയ്ത മഹത്തുകളൊക്കെ ഇതിനെ കബൂലാക്കിയ ഹദീസാണ്. അതുകൊണ്ട് തന്നെ അവരാ കബൂലാക്കി സ്വീകരിച്ച നിലപാടിനപ്പുറം ഒരു നിലപാട് നമുക്ക് വേണ്ടതില്ല. അതില്ല എങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ മുന്നിലൂടെ ഒരു പെണ്ണ് നടന്നുപോയി, പെണ്ണിൻ്റെ മുന്നിലൂടെ ഹിമാർ നടന്നുപോയി, നിസ്കരിക്കുന്ന ഒരു പെണ്ണിൻ്റെ മുന്നിലൂടെ കൽബുൽ അസ്വദ് നടന്നുപോയി, അവരുടെ നിസ്കാരത്തെ അത് മുറിക്കുമോ ഇല്ല തുടങ്ങി കുറേ മസലകൾ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് എന്താണ്? ഒരു അർറജുലുൽ മുസ്ലിം നിസ്കരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ ഒരു റജുൽ, ശരിയാണ്. ഇസ്ലാമിൽ തക്കാലീഫുകൾ, വിധിവിലക്കുകളിൽ റജുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റജുലും മർഅത്തൊക്കെ ഒരുപോലെയാണ്. വിധിവിലക്കുകളിൽ ആണും പെണ്ണൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ഇവിടെ അർറജുലുൽ മുസ്ലിമായ ഒരു റജുൽ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര് മാത്രമാണ്? ആണാണ്. ആണിൻ്റെ മുന്നിലൂടെ മർഅത്ത്, അതേപോലെ ഹിമാർ, അൽ കൽബുൽ അസ്വദ് എന്നുള്ളതാണ്. അതാണ് പണ്ഡിതന്മാരെ ഇതിൽ നിന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.